കൂറ്റൻ ചിഹ്നഗ്രഹമായ 2025 JR നാളെ ഭൂമിയുടെ വളരെ അടുത്തുകൂടി കടന്നുപോകുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അറിയിച്ചിരിക്കുകയാണ്. 25 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള കൂറ്റൻ ചിഹ്നഗ്രഹം നാളെ ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തും. 4.6 ദശലക്ഷം കിലോമീറ്റർ അകലത്തിൽ ഭൂമിയെ സുരക്ഷിതമായി കടന്നു പോകുമെങ്കിലും സാമീപ്യം അസാധാരണമാവിധം അടുത്താണെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ചിഹ്നഗ്രഹത്തിന്റെ വലുപ്പവും വേഗതയും ശാസ്ത്രജ്ഞർ, ബഹിരാകാശ ഏജൻസികൾ, ആകാശ നിരീക്ഷകർ എന്നിവർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. അതേസമയം ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതയില്ലെന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചിട്ടുണ്ട്. ചിഹ്നഗ്രഹം ഇന്ത്യൻ സമയം നാളെ രാവിലെ 8:40 ഭൂമിക്കരികിലൂടെ കടന്നുപോകും. ഇതിന് ഏകദേശം 250 അടി വ്യാസം ഉണ്ടായിരിക്കും. ചിഹ്നഗ്രഹം മണിക്കൂറിൽ 40,800 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഭൂമിയെ ചുറ്റുകയാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഭ്രമണം പൂർത്തിയാക്കും. 460 അടി വ്യാസത്തിൽ താഴെ ആയതിനാൽ 2025 JR ഒരു അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹമായി കണക്കാക്കുന്നില്ലെങ്കിലും ഭൂമിയിലിടിച്ചാൽ നാശം കടുത്തതായിരിക്കും. അതേസമയം 1908 സൈബീരിയയിൽ ഏകദേശം 160 തൊട്ട് 200 അടി വ്യാസമുള്ള ഒരു ചിഹ്നഗ്രഹം വായുവിൽ പൊട്ടിത്തെറിച്ചിരുന്നു. സ്ഫോടനത്തിൽ ഏകദേശം 2000 ചതുരശ്ര കിലോമീറ്റർ മരങ്ങൾ നിലംപൊത്തി. 2025 JR എന്ന ചിഹ്നഗ്രഹ ട്രാക്കിംഗ് സങ്കീർണമായ പ്രക്രിയയാണ്. ലോകമെമ്പാടുമുള്ള വിവിധ ദൂരദർശനുകളിൽ നിന്നും റഡാർ സ്റ്റേഷനുകളിൽ നിന്നും ഡാറ്റ ശേഖരിച്ചുകൊണ്ട് നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്ട് സ്റ്റഡീസ് പ്രവർത്തനം ഏകോപിപ്പിക്കും. അതേസമയം ഭൂമിയുടെ കാലാവധി എത്ര കാലത്തേക്കുണ്ടാകുമെന്ന് ഏകദേശം കൃത്യമായ കണക്കുകളാണ് നാസ പ്ലാനറ്ററി മോഡലിംഗ് ഉപയോഗിച്ച് നടത്തിയ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷൻ പഠനത്തിലൂടെ ടോഹോ സർവകലാശാലയിലെ ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 1 ബില്യൺ വർഷത്തിനുള്ളിൽ ഭൂമിയുടെ ഓക്സിജൻ അപ്രതീക്ഷിതമാകുമെന്നും അതുവഴി അതിജീവനം അസാധ്യമാകുമെന്ന് ഗവേഷകർ പ്രവചിക്കുന്നു. സൂര്യന് പ്രായമാകും തോറും അത് കൂടുതൽ ചൂടും തിളക്കവും ഉള്ളതായി തീരും. ഇത് ഭൂമിയുടെ കാലാവസ്ഥയെ ബാധിക്കും. വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയും ഉപരിതല താപനില ഉയരുകയും കാർബൺ ചക്രം ദുർബലമാവുകയും സസ്യങ്ങളെ നശിപ്പിക്കുകയും ഓക്സിജൻ ഉൽപ്പാദനം നിലയ്ക്കുകയും ചെയ്യും. ഗ്രേറ്റ് ഓക്സിഡേഷൻ സംഭവത്തിന് മുന്നുള്ള ഭൂമിയെ അനുസ്മരിപ്പിക്കുന്ന ഉയർന്ന മീഥേൻ അവസ്ഥയിലേക്ക് അന്തരീക്ഷം മടങ്ങും. ഭൂമിയുടെ ഓക്സിജൻ സമ്പുഷ്ടമായ അന്തരീക്ഷത്തിന്റെ ഭാവി ആയുസ് 1 ബില്യൺ വർഷമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അമിത ചൂടും പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ CO2 ക്ഷാമവും കൂടിച്ചേർന്ന് 2 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയുടെ ജൈവമണ്ഡലം അവസാനിക്കുമെന്ന് പൊതുവെ കരുതപ്പെടുന്നു. ശരിയാണെങ്കിൽ വിദൂര ഭാവിയിൽ അന്തരീക്ഷത്തിലെ O2 ലെവലും ക്രമേണ കുറയുമെന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഇത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് കൃത്യമായി വ്യക്തതയില്ല. സൈദ്ധാന്തികമായി അത്തരമൊരു അന്തരീക്ഷത്തിൽ ജീവൻ നിലനിൽക്കാമെങ്കിലും നമുക്കറിയാവുന്നതിൽ നിന്ന് അത് വളരെ വ്യത്യസ്തമായിരിക്കും. അമിത ചൂടും CO2 ക്ഷാമവും കാരണം ഭൂമിയുടെ ജൈവമണ്ഡലം 2 ബില്യൺ വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്ന് മുൻ കണക്കുകൾ സൂചിപ്പിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ആഗോളതലത്തിൽ താപനില ഉയരുന്നതിന്റെ ആശങ്കാജനകമായ ചിത്രം വ്യക്തമാക്കിക്കൊണ്ട് യൂറോപ്യൻ കാലാവസ്ഥാ ഏജൻസിയായ കോപ്പർനിക്കസ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ 2ാമത്തെ മാസമായിരുന്നു ഏപ്രിൽ. കൂടാതെ കഴിഞ്ഞ 12 മാസത്തെ ആഗോള ശരാശരി താപനില വ്യാവസായിക വിപ്ലവത്തിന്റെ തുടക്കത്തേക്കാൾ 1.58 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരവും റിപ്പോർട്ടിലുണ്ട്. ഏപ്രിലിലെ ആഗോള ശരാശരി ഉപരിതല വായു താപനില 14.96 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇത് 1991, 2020 കാലഘട്ടത്തിലെ ശരാശരിയേക്കാൾ 0.60 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ്. 2024 ഏപ്രിലിനെ അപേക്ഷിച്ച് 0.07 ഡിഗ്രി സെൽഷ്യസ് കുറവാണെങ്കിലും 2016 രേഖപ്പെടുത്തിയ 3ാമത്തെ ഏറ്റവും ചൂടേറിയ ഏപ്രിലിനേക്കാൾ 0.07 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ഈ വർഷത്തെ ഏപ്രിലിലെ താപനില. വ്യാവസായിക വിപ്ലവത്തിന് മുൻപുള്ള നിലവാരം നിർവചിക്കാൻ ഉപയോഗിച്ചിരുന്ന 1850, 1900 കാലഘട്ടത്തിലെ ശരാശരിയേക്കാൾ 1.51 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു 2025 ഏപ്രിലിലെ താപനിലയെന്ന് കോപ്പർനിക്കസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 22 മാസത്തിനിടെ ആഗോള ശരാശരി ഉപരിതല വായുവിന്റെ താപനില വ്യാവസായിക വിപ്ലവത്തിന് മുൻപുള്ള നിലവാരത്തേക്കാൾ 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായ 21ാം മാസമായിരുന്നു. 2024 മെയ് മുതൽ 2025 ഏപ്രിൽ വരെയുള്ള 12 മാസ കാലയളവ് 1991 തൊട്ട് 2020 ശരാശരിയേക്കാൾ 0.70 ഡിഗ്രി സെൽഷ്യസ് കൂടുതലും വ്യാവസായിക വിപ്ലവത്തിന് മുന്നുള്ളതിനേക്കാൾ 1.58 ഡിഗ്രി സെൽഷ്യസ് കൂടുതലുമാണ്. ആഗോളതലത്തിൽ 2025 ഏപ്രിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ 2ാമത്തെ മാസമായിരുന്നു. വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുള്ളതിനേക്കാൾ 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനിലയുള്ള മാസങ്ങളുടെ നീണ്ട ശ്രേണി ഇത് തുടരുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥാ വ്യവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിനും അവയോട് പ്രതികരിക്കുന്നതിനും തുടർച്ചയായ കാലാവസ്ഥാ നിരീക്ഷണം ഒരു അനിവാര്യ ഉപകരണമാണ് എന്ന് കോപ്പർനിക്കസ് കാലാവസ്ഥാ വ്യതിയാന സേവനത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ സാമന്ത ബർഗസ് പറയുന്നു.
മനുഷ്യപ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വലിയ അളവിൽ ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഗ്രഹത്തിന്റെ താപനില ഉയർത്തുകയും വെള്ളപ്പൊക്കം, വരൾച്ച, കൊടുങ്കാറ്റുകൾ തുടങ്ങിയ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ധ്രുവങ്ങളിലെ മഞ്ഞുപാളികളുടെ വിസ്തൃതിയും കുറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആർട്ടിക് സമുദ്രത്തിലെ ഹിമത്തിന്റെ വ്യാപ്തി ശരാശരിയേക്കാൾ 3% താഴെയായിരുന്നു. 47 വർഷത്തെ ഉപഗ്രഹ റെക്കോർഡിലെ ഏപ്രിലിലെ 6ാമത്തെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ വ്യാപ്തമാണിത്. അന്റാർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാളികളുടെ വിസ്തൃതി ശരാശരിയേക്കാൾ 10% കുറയുകയും ചെയ്തിട്ടുണ്ട്.